അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ യൂൻസ് പടിക്കലാണ് സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികൾ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച യൂറോളജി വിഭാഗത്തിൽ ചികിത്സയ്ക്കും വേണ്ടി പോയിരുന്നു. അവിടെ ഉണ്ടായ രണ്ട് അനുഭവങ്ങളാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത്. എന്ന് വെച്ചാൽ, ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ അനുഭവം മനസ്സിലാവും. നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ആദ്യം നമ്മൾ OP ടിക്കറ്റിന് വരിക്കണം. രണ്ടാമത് നിൽക്കേണ്ടതാണ് ഡോക്ടറെ കാണിക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ മരുന്നിന് ക്യൂ വെക്കണം. അപ്പോൾ ഒരു ദിവസം തന്നെ അത് നമ്മൾ ആവശ്യമാണ്. അതിപ്പോൾ നമ്മൾ പോകേണ്ടിടത്ത് നമ്മൾ തന്നെ പോകണം. അതിനിപ്പോൾ ആരോഗ്യ വകുപ്പിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മളെ ടൈമിൻ്റെ കാര്യം. അപ്പോൾ ആ ടൈമിന് വില ഉണ്ട്. എന്ന് വെച്ചാൽ, അവിടെ രാവിലെ പോയിട്ട് യൂറോളജി വിഭാഗത്തിൽ പോയിട്ട് നമ്മൾ OP ടിക്കറ്റ് കൊടുക്കും. അവർ ഒരു ബുക്കിൽ അതുപോലെ തന്നെ ഓരോ നമ്പർ അടിസ്ഥാനത്തിൽ എഴുതും ചെയ്യും. എന്നിട്ട് മൈക്കിൽ വിളിച്ച് പറയും. ആ സംവിധാനം ന്യൂറോളജി വിഭാഗത്തിൽ അത് നമ്പർ അടിസ്ഥാനത്തിൽ ആ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും. പക്ഷേ യൂറോളജി വിഭാഗത്തിൽ അത് കാണിക്കണില്ല. എന്നിട്ട് ഇവരോട് ഇങ്ങനെ ചോദിക്കണം, നമ്മളത് ആയോ എന്ന്. എന്താ വെച്ചാൽ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവരവിടുത്തെ സ്റ്റാഫാണ്. നമ്മൾ അവരോട് ചൂടായിട്ട് അവരെ മെക്കെട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അവിടെ ആ സ്ക്രീനിൻ്റെ അതിൽ നമ്പർ അടിസ്ഥാനത്തിൽ വരികയാണെങ്കിൽ അപ്പം ആ രോഗിനായിട്ട് പോയാൽ മതി. മറ്റേത് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ആ രോഗിനായിട്ട് എങ്ങനെ അവിടെ തന്നെ വാതിക്കൽ നിൽക്കണം. എന്നുവെച്ചാൽ രോഗീൻ്റെ ഒപ്പം വന്നാൽ കട പോയിരിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും, പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, മെഡിക്കൽ കോളേജിൻ്റെ വൃത്തി അത് ഞാൻ സമ്മതിച്ചു. ഡോക്ടർമാർ പരിശോധന അതും ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇവിടെ ബുദ്ധിമുട്ട് എവിടെയാണ്? സൗജന്യ മരുന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, OP ടിക്കറ്റ് എടുക്കണോടത്ത്. എന്നിട്ട് നമ്മളവിടെ മണിക്കൂർ കണക്കിൽ ക്യൂ നിൽക്കണം. എന്നിട്ട് അവർ പറയുമ്പോൾ ഈ മരുന്നില്ല. നമ്മളെ സാധാരണക്കാരന് ഏറ്റവും നമ്മളെ വരുമാനത്തിൻ്റെ 80% ഹോസ്പിറ്റലാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത് അവർക്കുള്ള മരുന്നുകൾ എത്തിച്ച് കിട്ടിയാൽ അത് വലിയൊരു ഉപകാരമാവും. നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്, പെൻഷൻ കൂട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പെൻഷൻ കൂട്ടുന്നതിനെക്കാട്ടിയും നല്ലത് ഈ 10-60 വയസ്സായ ആൾക്കാർക്ക് ഈ മരുന്നിന് നിങ്ങൾ ആ പൈസ കൊടുത്തിട്ടാണെങ്കിൽ അവർക്ക് അതിൻ്റെയും കാട്ടി ഗുണം ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ 1-2 ദിവസം മുന്നേ ഒരാൾ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു. ഇല്ലേ, നമ്മളിപ്പോൾ ചാനലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 17-ാം തീയതി രാത്രി 11 മണിക്ക് നമ്മുടെ തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിൽ ഈ യൂറോളജി സംബന്ധിച്ചായിട്ട് ഞാനവിടെ കുറച്ച് നേരം അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു മണിക്കൂറുകൾ. പക്ഷെ ആ മണിക്കൂറുകളിൽ ഞാൻ കണ്ട കാഴ്ച, ഒരു ഡോക്ടർ, 1-2 സിസ്റ്റർ, അതിൻ്റെ ശേഷമുള്ളതാണ് പിന്നെ മറ്റുള്ളവരെയും വേണം പരിശോധിക്കുക, ഈ കാഷ്വാലിറ്റിയിലുള്ളവരെയും വേണം നോക്കുക. ഒരു ഡോക്ടറുമാണ്. ഇതിനാരെങ്കിലും ഇവിടെ ശ്രദ്ധിച്ചുണ്ടോ? ആരെങ്കിലും ശബ്ദിക്കുന്നുണ്ടോ? എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്താ വെച്ചാൽ, നമ്മൾ ഡോക്ടർമാരെ നേർക്ക് തിരിയുമ്പോൾ എവിടെയാണ് ഈ സിസ്റ്റം, എവിടെയാണ് പേച്ചത്, ആരടുത്താണ് പേച്ചത്, ആരാണ് കാരണക്കാർ? നമ്മൾ ഡോക്ടർമാരെ ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാനിതിന് മുന്നേ അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇവിടെ അതിനുള്ള സംവിധാനം, അതിനുള്ള ഡോക്ടർമാർ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിയമിക്കണം എന്നാണ്. ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആരോഗ്യവകുപ്പിനെ കുറ്റം പറയല്ല. പക്ഷേ ഞാൻ രജിസ്ട്രേഷൻ ചെയ്ത് അയച്ചിട്ടുണ്ട് മാഡത്തിന്. എൻ്റെ പേര് യൂൻസാണ്.
അത് മാഡത്തിന് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ട്, ഞങ്ങളെ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പൈസ ഉള്ളവർ വലിയ ഹോസ്പിറ്റലിൽ പോയി കണ്ട് പൈസ ചോദിച്ചോളും. അപ്പോൾ അതുകൊണ്ട് മാഡത്തിനെ ഞാൻ ഈ വിവരം അറിയിക്കുകയാണ്. അത് ചെയ്തു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇതിൻ്റെ ഒരു വിഷയമല്ല, എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെ വിഷയം ഇതിൻ്റെ കണ്ണിൽ പെട്ടുകൊണ്ട് സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ പോയി. അപ്പോൾ സൂപ്രണ്ട് അവിടെ ഇല്ല. ഞാൻ സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചിരുന്നു. അപ്പോഴാണ് ഫോൺ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ സൂപ്രണ്ട് ഇല്ലായിരുന്നു. എൻ്റെ ഫോൺ കോള് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണ് ഞാൻ വിളിച്ചതും. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരന് വേണ്ടി എന്തെങ്കിലും നമ്മുടെ സർക്കാർ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് താഴ്മയോടെ അപേക്ഷിക്കാനുള്ളത്.